السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷിതാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട തടവാ ഉസ്താദ് രചിച്ച അൽ മവാഹിബുൽ ജലിയയിൽ നിന്നും ആദാബുൽ മസ്ജിദിലുള്ള ആദബുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദർജ തടവാ ഉസ്താദിനും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വിജയം ലഭിച്ചാൽ എൻ്റെ കഴിവാ മുഴുവനും, അല്ലെങ്കിലോ ഞാനില്ല പണ്ടേ ഒന്നിനും. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ദൂരെ നിന്ന് നിരീക്ഷിക്കുകയും അവസാനം അനങ്ങാതെ നിന്നിട്ട് വിജയി ലഭിക്കുകയാണെങ്കിൽ ഞാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടായിരുന്നത് എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് നല്ല വിജയം കിട്ടിയാൽ ആ വിജയം ആഘോഷിക്കുവാനും എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അതൊക്കെ കിട്ടിയതെന്ന് പറയുന്നത് പോലെ നമ്മുടെ സമകാലിക വിഷയങ്ങൾ ഇതോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഈ രീതിയിൽ ചീറ്റാത്ത മൂർഖൻ പാമ്പുകൾ ഇല്ലാത്തതിന് ചുരുക്കമാണ് മഹല്ലുകൾ. എന്തെങ്കിലും നിസാര കാര്യങ്ങൾ പറഞ്ഞു പള്ളി ജമാഅത്തുകളിൽ മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണ് മൂർഖൻ പാമ്പിനേക്കാൾ വിഷമുള്ളവരോടാണ് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് അവരെ ഉപമിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങളാണ്. കൂടാതെ ലക്ഷ്യമിൽ വേറെയും ചിലതുണ്ട്, സ്വാധീനമുള്ളവനായി വരുത്തലുമുണ്ട്. സുബ്ഹാന റബ്ബി എന്തിനധികം ഉപമകൾ, ഇതിനൊക്കെ നൽകണമെന്ന് മറുപടി പള്ളികൾ. റബ്ബിൻ്റെ വീടാണെന്നൊരോർമ്മയുമില്ല, ഓർക്കുന്നവർക്കാണെങ്കിലോ കഴിവില്ല. ഉമറാക്കൾ അധികവും വിവരമല്യഹ്വാന, ജലാശയം ഭരിക്കുന്നതിന്നണ്ണാന. ഉമറാക്കൾ എന്ന് പറയുന്നത് മഹല്ലുകൾ ഭരിക്കുന്നവർ എന്നർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അവരിൽ കൂടുതലും ഇന്ന് വിവരമില്യഹ്വാന, ദീനിയായ വിജ്ഞാനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തവരാണ് ഇന്ന് മഹല്ലുകൾ ഭരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്നറിയാമോ? ജലാശയം ഭരിക്കുന്നതിന്നണ്ണാന. ഈ ഒരു വരി അൽ മവാഹിബുൽ ജലിയ വാങ്ങിച്ച സമയം, ഇതിങ്ങനെ പാരായണം ചെയ്ത സമയത്ത് എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു ജീവിച്ചിരിക്കുന്ന സമയം, ഞാൻ പരപ്പരങ്ങാടി ദർസയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം ലീവിന് വന്നപ്പോൾ തഴവാ ഉസ്താദ് എവിടെയാണ് വഅള് പറയുന്നതെന്ന് അന്വേഷിച്ചു. കൊല്ലത്ത് മുതിരപ്പറമ്പ് പള്ളിയിൽ മഹാനവറുകൾ വഅള് പറയുന്നു എന്ന് അറിഞ്ഞ് ഞാൻ അവിടെ പോയി. വഅള് പറയുന്നതിന് തൊട്ട് മുന്നേ മഹാനരെ ഞാൻ സമീപിച്ച മുമ്പ് മമ്പുറത്തിനടുത്ത് പുകയൂർ പള്ളിയിലും പോയി ഞാൻ കണ്ടു പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ മഹാനരടുത്ത് ഞാൻ ചെന്ന് അൽ മവാഹിബുൽ ജലിയുമായിട്ടാണ് പോയത്. ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് എന്ന് പറയുകയും ഈ വരി ഞാൻ പാരായണം ചെയ്തിട്ട് ഇതിൻ്റെ വിശദീകരണം ഒന്ന് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു എന്ന് മഹാനവരോട് ഞാൻ പറഞ്ഞു. അപ്പോഴെന്നോട് പറഞ്ഞത്, മഹല്ലുകളിൽ ഓരോ പള്ളികളിൽ മിക്ക പള്ളികളിലും ഇന്നത്തെ ദർസൊക്കെ ഉണ്ട്. ദർസുള്ള പള്ളികളാണ്. അവിടെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവും. ആ മുത്തഅല്ലിമീങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞത്, ദറസ് നടക്കുന്ന പള്ളിയുടെ സ്ഥലം, റൂം, കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ, രാത്രി പഠിക്കണമെങ്കിൽ വെളിച്ചം വേണം, വെട്ടം വേണം. അപ്പോൾ ബൾബ് പോയി. ഒരു ബൾബ് വാങ്ങണമെന്ന് കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ ഒരു ബൾബല്ലേ, അത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ദിവസങ്ങളോളം താമസിപ്പിച്ചവരുണ്ട്. ഈ ഒരു ബൾബില്ലെങ്കിൽ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കുന്നതിന്
അത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാത്ത കമ്മിറ്റിക്കാരായിരിക്കും, അവിടെ സെക്രട്ടറി ആയിരിക്കും പിന്നെ കൂടുതലും ഈ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ മഹല്ലുകൾ ഭരിക്കേണ്ടത്, പള്ളി പരിപാലനം ചെയ്യേണ്ടത്, ആ പള്ളിയിൽ ഏതൊക്കെ കാര്യങ്ങൾ ദൈനംദിനമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ നോക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആയിരിക്കണം പള്ളി മഹല്ലുകൾ ഭരിക്കേണ്ടത്. ഈ ഉദാഹരണം പറഞ്ഞത് എന്താണ്? ജലാശയം ഭരിക്കുന്നതെന്നണ്ണാനാ. അണ്ണാന്റെ സ്വഭാവം എന്താ? അത് മരച്ചില്ലകളിൽ പാർക്കുക എന്നതാണ്. മരച്ചില്ലകളിൽ ഓടി നടക്കുക, അതിന് ഭക്ഷണങ്ങൾ അത് കണ്ടെത്തുക, കായ്കനികൾ കണ്ടെത്തുക, അത് തിന്നുക. ആ രീതിയിലാണ് അണ്ണാന്റെ സ്വഭാവം. പക്ഷേ ഈ മരച്ചില്ലകളിൽ കഴിയുന്ന അണ്ണാനെ ജലാശയം ഭരിക്കാൻ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുക? ഒരു കാര്യങ്ങളും അവിടെ നടക്കുകയില്ല. ജലാശയം ഭരിക്കണമെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ആൾക്കാരെയാണ് ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീവികളാണ് ഏൽപ്പിക്കേണ്ടത്. അതിനു പകരം മരച്ചില്ലകളിൽ ഓടി നടക്കുന്ന അണ്ണാനെ ഈ ചുമതല ഏൽപ്പിച്ചാൽ ഒരു കാലത്തും നടക്കുകയുമില്ല, വിജയിക്കുകയില്ല എന്ന് മഹാനായ തഴവ ഉസ്താദ് റളിയല്ലാഹു അൻഹു എനിക്ക് മറുപടി നൽകി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എനിക്ക് അങ്ങനെയാണ് സംശയം ഞാൻ അവിടെ വെച്ച് തീർക്കുന്നത്. കൊല്ലം മുതിരപ്പറമ്പ് പള്ളിയിൽ വെച്ചാണ് മഹാൻ എനിക്ക് ഈ സംശയം തീർത്തു തന്നത്. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പള്ളി മഹല്ലുകൾ കൈകാര്യം ചെയ്യുന്ന ഉമറാക്കൾ ആ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും, നിസ്സാരമായിട്ടാണ് ഒരു ബൾബിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ഉസ്താദുമാരുടെ കാര്യങ്ങൾ, അവിടുത്തെ മറ്റ് ജീവനക്കാരുടെ കാര്യങ്ങൾ, മദ്രസാധ്യാപകരുടെ കാര്യങ്ങൾ, മുത്തഅല്ലിമീങ്ങളുണ്ടെങ്കിൽ മുത്തഅല്ലിമീങ്ങളുടെ കാര്യങ്ങൾ, അതുപോലെ കറണ്ടിന്റെ കാര്യങ്ങൾ, വെള്ളത്തിന്റെ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെയും കൂലങ്കഷമായി ചിന്തിക്കുകയും ദൈനംദിനം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും അവർ തീരുമാനമെടുക്കുകയും, തീരുമാനം എന്ന് പറഞ്ഞാൽ ഉടനടി തീരുമാനങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങളിൽ ഉടനടി തീരുമാനം, പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല എന്നാണ് വേണ്ടത്. അല്ലാതെ അവിടുത്തെ ജീവനക്കാരെ, അവിടുത്തെ ഖത്തീബിൻ്റെ, അവിടുത്തെ ഇമാമിൻ്റെ, അവിടുത്തെ മുദരിസിൻ്റെ, മുത്തഅല്ലിമീങ്ങളുടെ, മുഅദ്ദിൻ്റെ, മറ്റ് സേവനം ചെല്ലുന്നവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് നടക്കുന്നവർ അല്ല. ഇത്തരുണത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. മഹാനായ ഏരൂർ ശംസുദ്ദീൻ മദനി ഉസ്താദ് അവറുകളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം. വർഷങ്ങളോളം ഓച്ചർ പള്ളിയിലായിരുന്നു അവർ സേവനം ചെയ്തിരുന്നത്. ഓച്ചർ ഉസ്താദ് എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഹജ്ജിന് പോയ സമയത്ത് അത് കഴിഞ്ഞവൻ അവിടുന്ന് മാറേണ്ടി വന്ന ഒരു കാര്യം പറഞ്ഞത്, അവിടുത്തെ ഒരു കമ്മിറ്റിക്കാരൻ അവിടുത്തെ മുഅദ്ദിനുമായി എന്തോ ചെറിയ നിസ്സാര പ്രശ്നമുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് പറഞ്ഞു വിടണം. അതിന് അദ്ദേഹം ചെയ്ത പരിപാടി, ഒരു ജുമുഅ ദിവസം വെള്ളിയാഴ്ച മുഅദ്ദിൻ, അതല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾ എല്ലാം ക്ലീൻ ചെയ്ത് പായൊക്കെ വിരിച്ച് എല്ലാം റെഡിയാക്കി ജുമുഅയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ കമ്മിറ്റിക്കാരൻ ഈ സേവകനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പായ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ഒന്നും വൃത്തിയാക്കിയില്ലല്ലേ, കണ്ട് ഈ അഴുക്ക് കിടക്കുന്നതെന്ന്. ഈ അഴുക്ക് കൊണ്ടിടുന്നത് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഉസ്താദ് മദനി അവർ കണ്ടു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ജുമുഅ കഴിഞ്ഞ് ഈ സേവകനെ വിളിച്ചുകൊണ്ടുവന്ന് ഈ കമ്മിറ്റിക്കാരൻ ഇത് തുറന്ന് കാണിച്ചപ്പോഴാണ് മഹാനവറുകൾ ചോദിച്ചതും നിങ്ങളല്ലേ ഇത് ചെയ്തതെന്ന് പറയുകയും ചെയ്തെന്ന് മഹാനവറുകൾ ഏതോ ഒരു സമയത്ത് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരുമുണ്ട്. ആൾക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടി, ഉസ്താദുമാരെ പറഞ്ഞു വിടാൻ വേണ്ടി, മുദരിസമാരെ പറഞ്ഞു വിടാൻ വേണ്ടി, മുഅല്ലിമീങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടി ഇത്തരം കുതന്ത്രങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ കമ്മിറ്റിക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ഇപ്പം പ്രയോഗിക്കുന്ന ആയുധമാണ് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മോശത്തരങ്ങൾ ചെയ്തു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പറഞ്ഞു വിടുന്ന സമ്പ്രദായം. സത്യമല്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ അത്തരം കമ്മിറ്റിക്കാർ വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കി മാനസികമായി തളർത്തി ദീനീ സേവകരെ ആട്ടി ഓടിക്കുകയാണെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ
മഹല്ല് ഭരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ളവർ, അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നവർ, അവിടെ ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഭരണം നടത്താൻ താല്പര്യമുള്ളവരെയാണ് ഓരോ മഹല്ലുകളും ഏൽപ്പിക്കേണ്ടത്. ഇന്ന് നടക്കുന്നത് രാഷ്ട്രീയമായി മേൽക്കോയ്മ ഉള്ളവർക്കാണെങ്കിൽ അവർ, ഗ്രൂപ്പിൻ്റെ മറവിൽ സ്വാധീനമുള്ളവരാണെങ്കിൽ അവർ അങ്ങനെയുള്ള കമ്മിറ്റിക്കാരാണ് അധികവും തിരഞ്ഞെടുക്കുന്നത് മഹല്ലുകൾ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഖുത്തുബാക്കളിൽ ചിലരുണ്ട് കാഴ്ചയിൽ സുമുഖനാ, പെരുമാറി നോക്കണം അപ്പോഴേ മതി റബ്ബനാ. ചുരുക്കി പറഞ്ഞാൽ ചക്ക കുട്ടയ്ക്കൊട്ടതാ, കുട്ടയ്ക്കു പറ്റിയ ചക്കയും എന്നുള്ളതാ. കുട്ടയ്ക്കൊത്ത ചക്ക, ചക്കയ്ക്കൊത്ത കുട്ട എന്നാണ് ഇപ്പം ഈ ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം മഹല്ലുകൾ ഭരിക്കുന്നവരെ സൂക്ഷിക്കണം. ഇതൊക്കെ അമാനത്തെ സ്വത്താണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. നോക്കിക്കണ്ട് സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിച്ച് വേണം ഭരണങ്ങൾ നടത്താൻ. നീതിപരമായി ചെയ്യണം. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ധനങ്ങൾ സൂക്ഷിച്ചു കണ്ട് കൈകാര്യം ചെയ്യണം. അടിച്ചു മാറ്റുന്നവർ ഒരുപാടുണ്ട് ചില മഹല്ലുകളിൽ, കണക്കും കാര്യവുമില്ല, ചോദിച്ചാൽ പ്രശ്നം വഴക്ക്. അതുകൊണ്ട് പള്ളിയുടെ മുതലുകളൊക്കെ അടിച്ചു മാറ്റുന്നവരെ ദുനിയാവിൽ മാത്രമല്ല നാളെ ഖബറിലും കിടക്കാൻ പറ്റില്ല. അവർക്ക് വളരെ ശ്രദ്ധിച്ചു കൊള്ളുക. പള്ളിയുടെ പൊതുമുതൽ, സ്ഥാപനങ്ങളുടെ പൊതുമുതലൊക്കെ തിന്ന് കൊഴുത്ത് നടക്കുന്നവരെ നാളെ ഖബറിൽ സുഖമായി കിടക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. സംഘടനകളുടെ പൈസ, സ്ഥാപനത്തിൻ്റെ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുക, കൊടുക്കാതിരിക്കുക, അമാനത്ത് സ്വത്ത് തിരിച്ചേൽപ്പിക്കാതിരിക്കുക. അവർക്കൊന്നും മരിച്ചു പോയാലും ഖബറിൽ കിടക്കാമെന്ന് ആരും ധരിക്കരുത് കേട്ടോ. എത്ര ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാലും ശരി, അമലുകൾ ചെയ്താലും ശരി, ഇബാദത്ത് ചെയ്താലും ശരി, ഹക്കടപാടുകൾ വിടാതുള്ള ഒരു കാര്യവും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കൊണ്ട് ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപകടമരണങ്ങളെ തൊട്ട്, മാരകമായ രോഗങ്ങളെ തൊട്ടെല്ലാം അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കാവലും കരുണയും നൽകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് വേണ്ടി ലക്ഷോപലക്ഷം മുഅ്മിനുകൾ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയമാണ് ദുൽഹജ്ജിൻ്റെ ആദ്യ സമയം ഇത്. അള്ളാഹു ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന എല്ലാ ഹജ്ജാജിമാരെയും ഹജ്ജുമാരെയും ഹജ്ജ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്നും നമ്മൾ അറിയുന്ന ഒരുപാട് പേര് പോകുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. വിപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവർക്ക് കാവലും കരുണയും നൽകട്ടെ. സുരക്ഷിതമായി എല്ലാ കർമ്മങ്ങളും വേണ്ടതുപോലെ നിർവഹിച്ച് അവരവരുടെ രാജ്യങ്ങളിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. നമുക്കും അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.